ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ അതിശക്തമായ ഒരു സന്ദേശമാണ്. മറ്റുള്ളവരുടെ നുകങ്ങൾ അഴിക്കുന്ന ഉപവാസം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തു കൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, വെറും പുറം കാഴ്ചകളിലല്ല ദൈവം പ്രസാദിക്കുന്നത്. ഹൃദയത്തിലുണ്ടാകുന്ന പരിവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് പ്രവൃത്തികളിലൂടെ പുറത്തേക്ക് ഒഴുകേണ്ടത്. യെശയ്യാവിന്റെ കാലത്ത് ജനങ്ങൾ സ്ഥിരമായി ഉപവാസം ആചരിച്ചിരുന്നു. അവർ പ്രാർത്ഥിക്കുകയും തങ്ങളെ വിനയപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും ദൈവം തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് അവർ പരാതിപ്പെട്ടു. അവർ ഉപവാസം ആചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അന്യായത്തിൽ തുടർന്നു. അവർ തൊഴിലാളികളെ പീഡിപ്പിച്ചു, ദരിദ്രരെ അവഗണിച്ചു, സ്വാർത്ഥ ജീവിതം നയിച്ചു. അവരുടെ ഉപവാസം ആചാരപരമായിരുന്നു, നീതിപൂർണമായിരുന്നില്ല. ഇത് ഇന്ന് ഉപവാസം ആചരിക്കുന്ന നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ ഉപവാസം നാം എന്ത് ഒഴിവാക്കുന്നു എന്നതിലല്ല, നാം എന്ത് പങ്കിടുന്നു എന്നതിലാണ്. അത് അന്യായത്തിന്റെ ബന്ധനങ്ങൾ അഴിച്ചുവിടുന്നതാണ്. അതായത് അനീതിക്കെതിരെ ശബ്ദമുയർത്തുക, നമ്മുടെ ഇടപാടുകളിൽ സത്യസന്ധരാകുക, വിധികളിൽ നീതി പാലിക്കുക, പ്രവൃത്തികളിൽ കരുണ കാണിക്കുക. നാം ഉപവാസം ചെയ്യുമ്പോൾ ലാഭിക്കുന്ന ഭക്ഷണം ആവശ്യക്കാരെ അനുഗ്രഹിക്കാൻ ഉപയോഗിക്കുക. ദരിദ്രരെയും ഏകാകികളെയും വേദനിക്കുന്നവരെയും നാം ഓർക്കുക. നമ്മുടെ ഉപവാസം അത് നമ്മെ മാത്രം മാറ്റുന്നതല്ല, ഒരു സമൂഹത്തെ മാറ്റുന്ന ഉപവാസമായിരിക്കണം. നമ്മുടെ ജീവിതം യഥാർത്ഥ ഉപവാസത്തെ പ്രതിഫലിപ്പിക്കട്ടെ. അതിലൂടെ ദൈവത്തിന്റെ സ്നേഹവും നീതിയും ലോകത്തിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ആമേൻ.